നൂറുൽ മുനീർ പൂനാനന്ദയില് കാശിയെ അടയാളപ്പെടുത്തുന്നത് വളരെ കുറച്ചാണ്. ചായ ക്ലാസ്സിലെ പദപോലെയാണ് അല്ലേ? പക്ഷെ അത് റീൽസിലൊക്കെ പോയത് കാശി എന്നുള്ള ബ്രാൻഡിലാണ്. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടാത്ത വായനക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? തീർച്ചയായിട്ടും. കാരണം പുസ്തകം വായിച്ച ആൾക്കാരൊക്കെ കാശി എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അവർക്ക് കിട്ടിയത് കാശിയേക്കാളും ഒരു വലിയൊരു ട്രീറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും കാശിയെ കുറിച്ച് കുറച്ചും കൂടി ഞങ്ങൾക്ക് അറിയണമായിരുന്നു എന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അത് പ്രകാരമാണ് അഗർത്തയിൽ ഞാൻ കാശിയും ഹിമാലയവും കൊണ്ടുവന്നിട്ടുള്ളത്. ആൾക്കാർക്ക് എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ള രണ്ട് പ്രദേശങ്ങളാണ്. ഒന്ന് വാരണാസി, 2 ഹിമാലയ സാനുക്കളിൽ എന്താ നടക്കുക. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഞാൻ അഗർത്തയിലേക്ക് കൊണ്ടുവന്നു. കാരണം മറ്റത്തിൽ എനിക്കത് പറയാനുള്ള സ്പേസ് കുറവായിരുന്നു, അല്ലെങ്കിൽ പിന്നെ പുസ്തകത്തിന് വലിപ്പം കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അതങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. പിന്നീടാണ് ഈ ഒരു അഗർത്ത എന്ന് പറഞ്ഞ സംഭവം മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ പ്രേക്ഷകർ ഇത്രയും കാശിയെക്കുറിച്ചും അഘോരികളെക്കുറിച്ചും ഈ നിഗൂഢതകളെക്കുറിച്ചും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം. അങ്ങനെയാണ് അഗർത്ത എഴുതുന്നത്. ഓക്കെ, അഗർത്തയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ക്ലൈമാക്സ് രംഗങ്ങളാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള ഒരു റീൽ ഇപ്പോൾ വൈറലാണല്ലോ. സത്യത്തിൽ എന്താണ് അതെന്ന് വെച്ചാല് ഇപ്പോഴും എനിക്കതൊരു മാജിക് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ റീല് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് തെറിവീലുകളാണ് കിട്ടിയിട്ടുള്ളത് കൂടുതൽ. കാരണം അതിലിങ്ങനെ നോക്കിയാൽ അറിയാം, ഒരു മുസ്ലിം ആയിട്ടുള്ള ഇവന് ചന്ദനത്തിരി കത്തിച്ച് പിന്നെ ശിവന്റെ പാട്ട് കേട്ടിട്ട് എഴുതുന്നാണല്ലടാ നീ സമുദായത്തിൽ നിന്ന് പുറത്ത് നിന്റെ പേര് മാറ്റടോ എന്നൊക്കെ പറഞ്ഞ എത്ര കമൻസാണ് വരുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ വിചാരിക്കും ഇവന്മാർക്കൊന്നും ഒട്ടും ബോധമല്ലല്ലോ അല്ലേ, എന്തോ ഒരു അവസ്ഥ ഞാൻ ഈ മനുഷ്യന്മാരെന്ന് ആലോചിക്കുക. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം, ആ കഥാപാത്രം സംസാരിക്കുന്ന രീതി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ, കാരണം ഞാൻ നിസ്സാറാണ്, ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഞാൻ നിസ്കരിക്കുന്ന നോമ്പ് ഒക്കെ ചെയ്യുന്ന ആളാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ പഠിച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതൊന്നും തന്നെ ഒരു തടസ്സമല്ല എനിക്ക് ഭഗവാൻ മഹാദേവനെ കുറിച്ച് അറിയുന്നതിലോ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുന്നതോ അതൊന്നും എന്നെ ബാധിക്കുന്ന സംഭവമല്ല. ഈ പുറമേ ഈ മതം എന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് തോന്നുന്നു അവർ പുറമെ മാത്രമാണ് ഈ മതം ഉൾക്കൊണ്ടിട്ടുള്ളത്. അവരുടെ ആത്മാവിലേക്ക് ഈ മതത്തിൻ്റെ വെളിച്ചെത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നാണ്. ഇപ്പം ജയ് ശ്രീരാം എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ജയ് ഹനുമാൻ എന്ന് ഞാൻ പറയും. എന്താ എനിക്കൊരു പ്രശ്നമില്ല. കാരണം അത് പറയാൻ ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ പറയും, ഓക്കെ എന്നെ ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞ് ഇത് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൊല്ലും, ഞാൻ എന്തായാലും പറയും ജയ് ശ്രീരാം. കാരണം ഞാൻ പറയുന്നത് എൻ്റെ വായ കൊണ്ടല്ല, എൻ്റെ ഹൃദയം കൊണ്ടല്ല. എൻ്റെ ഹൃദയത്തിലേക്കാണ്, നിന്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുക എന്നാണ് ഖുർആനിലുള്ളത്. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധിയാകുക, അല്ലാതെ പുറത്തിങ്ങനെ തൊപ്പിയിട്ടത് കൊണ്ടോ ഇതിട്ടത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല.